friends, once again welcome back to Revision Talk. +1 അക്കൗണ്ടിങ്ങിലെ 7ാമത്തെ ചാപ്റ്ററായ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. +1 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കാദ്യമായി ഡിപ്രിസിയേഷൻ എന്നാൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാവുന്നതാണ്. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ്. അല്ലേ, നമ്മൾ ഏതൊരു അസറ്റ് വാങ്ങിച്ചാലും, നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മളത് വിൽക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനത്ര വില കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഏതൊരു അസറ്റായിരുന്നാലും അല്ലേ, അത് depreciation is the gradual and permanent decrease in the value of an asset from any case. അതിന് ഡിപ്രിസിയേഷൻ ഉണ്ടാവാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അത് നമ്മൾ തൊട്ടടുത്തുള്ള സ്ലൈഡിൽ തന്നെ ആ ഭാഗം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ നീട്ടിപ്പരത്തി പറയുന്നില്ല. അപ്പോൾ ആദ്യമായി ഡിപ്രിസിയേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഡിപ്രിസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഫ്രം എനി ഫ്രം എനി കോസ്. എന്ത് കാരണത്താലും അത് ബിസിനസ്സിൻ്റെ ആ അസറ്റിലുണ്ടാകുന്ന വാല്യൂവിലുണ്ടാകുന്ന കുറവിനെയാണ്, ആ ഡിക്രീസിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ പഠിച്ച സമയത്ത് ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ പ്രിൻസിപ്പിൾസിൻ്റെയും ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ. അന്ന് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഡിപ്രിസിയേഷൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വർഷം ഡിപ്രിസിയേഷൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡുണ്ട്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിലും അത് തന്നെ ഫോളോ ചെയ്യണമെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ കൺസിസ്റ്റൻസി നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ഇൻ ദ ഡിപ്രിസിയേഷൻ മെത്തേഡ്. അപ്പോൾ ഡിപ്രിസിയേഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ നമ്മൾ പഠിക്കുന്ന തിയറികളുടെ ഒക്കെ തന്നെ അപ്ലിക്കേഷൻ ഓരോ ചാപ്റ്ററുകളിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വർഷങ്ങളിലും അത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങളാണ് ഡിപ്രിസിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്? ഒന്നാമതായിട്ട് നോക്കൂ, വിയർ ആൻഡ് ടെയർ. അല്ലേ, നമുക്കറിയാം ഏതൊരു അസറ്റും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂയിലുണ്ടാകുന്ന ഡിക്രീസിനെയാണ് തേയ്മാനം, അല്ലേ, വിയർ ആൻഡ് ടെയർ എന്നുള്ളത് കൊണ്ട് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നോക്കൂ, പാസേജ് ഓഫ് ടൈം. അല്ലേ, വിത്ത് പാസേജ് ഓഫ് ടൈം വാല്യൂ ഓഫ് അസറ്റ് ഗോസ് ഡൗൺ. അപ്പോൾ എപ്പോഴും നമ്മളൊരു സാധനം വാങ്ങി കുറേ കാലം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂവിൽ എന്തുണ്ടാവും, കുറവുണ്ടാവും. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈൻ, കോറീസ്, മിനറൽസ്, അങ്ങനെയൊക്കെയുള്ള അത്തരം ഓയിൽ ഫീൽഡൊക്കെ പോലെയുള്ള അതിൻ്റെയൊക്കെ വാല്യൂവിലുണ്ടാകുന്ന ആ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഒബ്സലിസൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ടേംസും കൂടിയാണ്. എന്താണ് ഒബ്സലിസൻസ്? ഡ്യൂ ടു ഇൻവെൻഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഓൾഡ് ബിക്കം ഒബ്സലിറ്റ്. അല്ലേ, പുതിയ ടെക്നോളജി വരുന്ന സമയത്ത്, പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് പഴയതെന്താവും? ഒബ്സലിറ്റ് ആവും. അപ്പോൾ ആ ഒബ്സലിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്സലിസൻസ് എന്ന് പറയുന്നത്. അല്ലേ, പഴയത് ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന്, 5ാമത്തെ കാരണമായിട്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ആക്സിഡൻസ് ആണ്. അല്ലേ, ഇറ്റ് മേ ഓൾസോ കോസ് പെർമനൻറ്റ് ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ ആക്സിഡൻസ് ഉണ്ടാവുന്ന സമയത്തും ഇത്തരത്തിൽ പെർമനൻ്റ് ആയിട്ട് അസറ്റ്സിൻ്റെ വാല്യൂവിൽ എന്തുണ്ടാവും? ഡിക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് കോസസ് ഓഫ് ഡിപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇതിലൂടെ ഉപയോഗിക്കുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസ്, അല്ലേ, ടേംസ് യൂസ്ഡ് ടു ഡിനോട്ട് ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. കണ്ടോ, ടേംസ് യൂസ്ഡ് ടു ഡിനോട്ട്സ് ലോസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ
നമ്മൾ പല ടേമുകൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കൂ, ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അമോർട്ടൈസേഷൻ എന്നാണ്. എന്താണ് അമോർട്ടൈസേഷൻ എന്നുള്ള ടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള കോപ്പി റൈറ്റ്, പാറ്റന്റ് റൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഡിപ്രിസിയേഷൻ എന്നല്ല. അതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? അമോർട്ടൈസേഷൻ എന്നുള്ള ടേമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഡിപ്ലീഷൻ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഡിപ്ലീഷനും അതേപോലെ തന്നെ ഒബ്സലിസൻസും ഒക്കെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. പക്ഷേ നമ്മൾ ഒബ്സലിസൻസും ഡിപ്ലീഷൻസും ഒക്കെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞത് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞു പോവാം. മിനറൽസ്, അല്ലേ, അത്തരത്തിലുള്ള അസറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൈൻ, കോറീസ്, ഓയിൽ ഫീൽഡ്, ഇങ്ങനെയൊക്കെയുള്ള അസറ്റ്സ് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവ്, അവിടെയാണ് നമ്മൾ എന്ത് ടേം ഉപയോഗിക്കുന്നത്? ഡിപ്ലീഷൻ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്സ്, അതിനെ നമ്മൾ പറയുന്നത് ഫ്ലക്ച്വേഷൻസ് എന്നാണ്. ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ടേംസുകളെ കുറിച്ചാണ് ഇവിടെ ഇപ്പം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആകുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. അടുത്തതായിട്ട് നമ്മളിതിൽ എക്സാമിന് ചോദിക്കുന്ന ആ ടൈപ്പ് ഏരിയയിൽ നിന്നുള്ള ജേണൽ എൻട്രി, നമുക്ക് ആവശ്യമായി വരുന്ന ഒരുപാട് ജേണൽ എൻട്രീസ് നമുക്ക് പറയാനുണ്ട്. പല മെത്തേഡുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ എക്സാമിന് ചോദിക്കുന്നത് സാധാരണഗതിയിൽ +1 പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിലേക്ക് ആവശ്യമായ ജേണൽ മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ അസറ്റ്സ് പർച്ചേസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താ? ജേണൽ എൻട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അല്ലേ? അപ്പോൾ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അതാണ് ജേണൽ എൻട്രി. കാരണം അസറ്റ് എന്ന് പറയുന്നത് എന്താവുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്താവുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുകയും ദെൻ നമ്മൾ വാങ്ങുന്ന അസറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ അസറ്റ് കൂടുകയും, അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും നമ്മൾ വാങ്ങുന്ന അസറ്റ്, നമ്മുടെ ഫർണിച്ചറാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിൽ, പ്ലാന്റ് ആണ് വാങ്ങിച്ചെങ്കിൽ ആ പ്ലാന്റ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കൂ, ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ്. ചിലപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് എന്ന് പറയും, അല്ലേ? അങ്ങനെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് എന്നാണ്. കാരണം ഡിപ്രിസിയേഷൻ ഒരു ബിസിനസിന്റെ ലോസ് ആണ്, അല്ലേ? നമ്മൾ എക്സ്പെൻസസ് സൈഡിലാണ് ഇത് കാണിക്കാറ്, ഡിപ്രിസിയേഷൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ഉണ്ടാകുമ്പോൾ അസറ്റിന്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ അസറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അതിന്റെ കാര്യകാരണങ്ങളും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, വെൻ ഡിപ്രിസിയേഷൻ റിട്ടൺ ഓഫ്, നമ്മൾ ഡിപ്രിസിയേഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യാറ്? റൈറ്റ് ഓഫ് ചെയ്യാറ്. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിപ്രിസിയേഷൻ എന്നാണ്, അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഡിപ്രിസിയേഷൻ എപ്പോഴും ഉണ്ടാവാറ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിപ്രിസിയേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കൂ, വെൻ അസറ്റ് സോൾഡ്. അപ്പം അസറ്റ് നമ്മൾ വിൽക്കുന്നു എന്ന് മാത്രമല്ല, അസറ്റ് വിറ്റിട്ട് ചിലപ്പോൾ നമുക്ക് ആ വിൽപ്പനയിൽ ചിലപ്പം ചില ലാഭങ്ങൾ ഉണ്ടാവും. ഈഫ് പ്രോഫിറ്റ്, വെൻ അസറ്റ് സോൾഡ് ഈഫ് പ്രോഫിറ്റ്, അങ്ങനെ ലാഭത്തോടു കൂടി നമ്മളൊരു അസറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്, അല്ലെ? നമുക്ക് ക്യാഷ് കിട്ടും, അസറ്റ് നമ്മൾ എടുത്തുനിന്ന് പോകും, ടു അസറ്റ്സ് അക്കൗണ്ട്. എന്താണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഇൻകം നമുക്ക് കിട്ടുകയാണ്, അല്ലെ? ആ ഇൻകം നമ്മൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അല്ലെ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു അസറ്റ് വിറ്റിട്ട് ലോസ് ആണ് കിട്ടുന്നതെങ്കിലോ, വെൻ അസറ്റ് സോൾഡ് ഈഫ് ലോസ്, അപ്പോൾ ലോസ് ആണ് വരുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ്സ്, അല്ലേ? അപ്പോൾ നമ്മൾ അസറ്റ്സ് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ബൈ ക്യാഷ്, അല്ലേ? നമ്മളിപ്പം മെഷീനറി അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലോസ് ആണ് വരുന്നതെങ്കിൽ ബൈ ക്യാഷ് വരും, ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരും. ആ ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള കുറച്ച് ജേണലുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കറിയാം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ്, അതിലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അങ്ങ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് നമ്മൾ ഈ മെത്തേഡിനെ വിളിക്കാനുള്ള കാരണം
ഇതിന് പല പേരുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. എപ്പോഴും നമുക്കറിയാം ഇതിൽ നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ആ എമൗണ്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് എല്ലാ വർഷവും നമുക്ക് സെയിം ആയിരിക്കും നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതൊരു ഗ്രാഫിക്കലി നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയാൻ കാരണം. അതിന് മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ തന്നെ നമ്മൾ ഓർത്തിരിക്കുക. എങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ആദ്യം നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റ് എടുക്കുന്നു അല്ലേ. ഇൻസ്റ്റലേഷൻ ചാർജസോ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റെന്തെങ്കിലും എമൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനോട് കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി അസറ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ മൈനസ് ചെയ്യുന്നു. സ്ക്രാപ്പ് വാല്യൂ ഏറ്റവും അവസാനം ഇത് തുരമ്പ് വിലക്ക് നമ്മൾ വിൽക്കുന്ന ആ എമൗണ്ട് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും. ആ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നു. അതിനെ ലൈഫ് ഓഫ് ദി മെഷീൻ, ആ മെഷീൻ്റെ ലൈഫ് 10 years 20 years എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ലൈഫ് കൊണ്ട് എത്ര വർഷമാണോ നമുക്ക് തന്നത് അത്രയും വർഷം കൊണ്ട് ഇടിയും. അപ്പോൾ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇത് ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ. അപ്പോൾ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. കോസ്റ്റ് ഓഫ് ദി മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്ന ഈ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചെറിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത് എക്സാമിന് ചോദിച്ച ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോബ്ലംസ് ഈ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള പ്രോബ്ലംസ് ആലോചിച്ച് നമ്മൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല. കൂടുതൽ കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡീഷണൽ മിഷനറി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായിട്ട് മിഷനറി വാങ്ങിക്കുന്നുണ്ട് അല്ലേ. അഡീഷണൽ മിഷനറി പർച്ചേസ്ഡ്, അതേപോലെ തന്നെ നിലവിലുള്ള മിഷനറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് സെലക്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് ചോദിച്ച പ്രോബ്ലംസ് തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ എല്ലാവരും നന്നായി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരല്പം ഈ പറയുന്നത് പോലെ അതും വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത അഡീഷണൽ മിഷനറി പർച്ചേസ്ഡ്, അതായത് നമ്മൾ പുതുതായിട്ട് മിഷനറി പർച്ചേസ് ചെയ്യുന്നുണ്ട്, പഴയ മിഷനറി എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുമുണ്ട്. സെയിൽ ഓഫ് ഓൾഡ് മിഷനറി. ഇത് രണ്ടും കൂടെയുള്ള ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. ഓൺ 1st July. അപ്പോൾ ഈ ഡേറ്റ് വളരെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ 1st July 2014 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ഥാപനം, നമ്മൾ ഗോൾഡർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പർച്ചേസസ് എ സെക്കൻഡ് ഹാൻഡ് പ്ലാൻ, ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാനാണ് പർച്ചേസ് ചെയ്യുന്നത്. 85,000 രൂപയാണ് അത് വാങ്ങിക്കുന്നതിന് വേണ്ടി ഉള്ള ചിലവെന്ന് പറയുന്നത്. സ്പെൻഡ് റുപ്പീസ് 10,000. വീണ്ടും അതിനെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എത്ര രൂപ ചിലവാക്കുന്നു, 10,000 രൂപ. കാരണം സെക്കൻഡ് ഹാൻഡ് മെഷീനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് പ്ലാനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. 10,000 രൂപ വീണ്ടും നമ്മൾ അതിൻ്റെ റീകണ്ടീഷനിങ് ചാർജായിട്ട് വീണ്ടും നമ്മൾ ചിലവാക്കുന്നു. ആൻഡ് റുപ്പീസ് 5,000 ഫോർ ഇസ് ഇൻസ്റ്റലേഷൻ. ആ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു 5,000 രൂപ. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി നോക്കൂ, 85,000 നമുക്ക് എന്തിനു വേണ്ടി അത് വാങ്ങിക്കാൻ വേണ്ടി ചിലവായി. 10,000 രൂപ വീണ്ടും 10,000 റുപ്പീസ് നമ്മൾ അതിൻ്റെ വീണ്ടും റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി അതിനെ ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും 10,000 രൂപ ചിലവായി. അപ്പോൾ 85 പ്ലസ് 10,000 അപ്പോൾ 95 റുപ്പീസായി. ദെൻ 95,000 പ്ലസ് 5,000 നമുക്ക് അതിന് ഇൻസ്റ്റലേഷന് വേണ്ടി ചിലപ്പോൾ 1 lakh റുപ്പീസ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇൻസ്റ്റലേഷൻ കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ്, അതിൻ്റെ റീകണ്ടീഷനിങ് ചാർജസ് ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ദെൻ അങ്ങനെ നമ്മൾ 1 lakh റുപ്പീസിന് ഇപ്പോൾ മെഷീനറി എന്ത് ചെയ്തു, പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു നോക്കൂ, അനദർ പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഓൺ 1st January 2016. അപ്പോൾ 2014 കഴിഞ്ഞു, 2015 കഴിഞ്ഞു, 2016 ജനുവരി 1-ാം തീയതി ആയപ്പോൾ വീണ്ടും 50,000 രൂപയുടെ ഒരു മെഷീനറിയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റും ഓർക്കേണ്ടതാണ്. 1st January 2016 ആണ് പുതിയ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ചാർജ് ഡിപ്രിസിയേഷൻ 10%. അപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 10% അല്ലേ, ഓൺ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രോബ്ലം ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺ 1st July, ഈ ഡേറ്റും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺ 1st July 2016, 2016 ജനുവരിയിലാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതെങ്കിൽ ഇവിടെ ജൂലൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 2016 പ്ലാന്റ് പർച്ചേസ്ഡ് ഓൺ 1st July 2014.
പ്ലാന്റ് പർച്ചേസ്ഡ് ഓൺ 1st July 2014. നമ്മൾ നേരത്തെ 1 lakh rupees ഒക്കെ ചിലവാക്കിയിട്ട് വാങ്ങിയ മെഷീനറി ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? അത് നമ്മൾ വിൽക്കുന്നു അല്ലേ? വേർ സോൾഡ് ഫോർ ₹75,000. അത് വെറും 75,000 രൂപക്ക് നമ്മൾ വിൽക്കുന്നു. നമ്മളോട് പ്ലാന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഏത് വർഷം വരെ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അപ് ടു 31st December 2017. 2017 വരെ നമ്മുടെ പ്ലാന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് ധാരാളം ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ മോട്ടോർ വാൻ അക്കൗണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ തന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കണം. ഞാനിവിടെ ഈ പ്ലാന്റ് അക്കൗണ്ട് ചെയ്തത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്ലാന്റ് അക്കൗണ്ടിൽ വരുന്ന ഓരോ ഐറ്റവും എങ്ങനെയാണ് വന്നത് എന്നുള്ളതും കൂടെ വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ ക്ലാസ്സുമായി സഹകരിക്കണം. പ്ലാന്റ് അക്കൗണ്ട് നോക്കിക്കോളൂ. പ്ലാന്റ് അക്കൗണ്ട് ആദ്യം നമ്മൾ സാധനം വാങ്ങിക്കുന്നത്, പ്ലാന്റ് വാങ്ങിക്കുന്നത് എന്നാണ് 1st July 2014. അപ്പോൾ 1/7/2014 നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് വാങ്ങിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് പ്ലാന്റ് വാങ്ങിക്കുന്നത്? 1 lakh rupeesനാണ്. 1 lakh rupees എങ്ങനെ കിട്ടിയത് എന്നുള്ളത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. എന്താ? 85,000 പ്ലസ് 10,000 പ്ലസ് 5,000 അങ്ങനെയാണ് 1 lakh rupees ആയത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കണേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ 1 lakh rupees എന്ന് നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ എഴുതില്ലേ, ടു ക്യാഷ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നൊക്കെയാണ് നമ്മൾ എഴുതാറ്. അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. 3 എമൗണ്ടോടെ കൂട്ടി നമ്മൾ എന്ത് എഴുതുന്നു? 1 lakh rupees എന്ന് എഴുതുന്നു. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ജനുവരിയിലാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ ജൂലൈയിലാണ് നമ്മളിവിടെ എന്ത് വാങ്ങിച്ചിട്ടുള്ളത്? അസറ്റ് പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈ മുതൽ 6 മാസത്തേക്കുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ശതമാനമാണ് ഡിപ്രിസിയേഷൻ? അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളില്ല. എത്ര ശതമാനമാണ് ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിരിക്കുന്നത് നോക്കൂ. ഓരോ വർഷവും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷനെ പറ്റിയില്ലേ, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ചാർജ് 10% ഡിപ്രിസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ് ആണ്. അപ്പോൾ 10% ഡിപ്രിസിയേഷൻ. അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1 lakhന്റെ എത്ര കാണണം? 10% കാണണം. അപ്പോൾ 1 lakhന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000. പക്ഷെ ഇവിടെ എത്ര എഴുതിയത്? 5,000 എഴുതിയത്. എന്തുകൊണ്ടാണ് 5,000 എഴുതാനുള്ള കാരണം? നമുക്കറിയാം 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ കാൽക്കുലേഷനും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ നമ്മൾ കാണുന്ന സമയത്ത് 6 മാസത്തെ ഡിപ്രിസിയേഷനാണ്. 1 lakh ഇൻറ്റു 10/100 ഇൻറ്റു 6/12 എന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 5,000 rupees കിട്ടുന്നത്. ഇത് ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടും കൂടെ ഇതിൻ്റെ കൂടെ എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് കാൽക്കുലേഷനും കൂടെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഒരു കൊല്ലത്തെ ഡിപ്രിസിയേഷൻ 10,000ഉം 6 മാസത്തെ ഡിപ്രിസിയേഷൻ 5,000ഉമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ 5,000 rupees ഡിപ്രിസിയേഷൻ അല്ലേ? നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഡെബിറ്റ് സൈഡ് 1 lakh rupees ഉണ്ട്. ആ 1 lakh നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ 5,000 മൈനസ് ചെയ്താൽ 95,000 ബാലൻസ് ക്യാരി ഡൗൺ 31st December 2014. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാന്റ് പർച്ചേസ് ചെയ്തു. പ്ലാന്റ് അക്കൗണ്ടഡ് ടു ക്യാഷ്. ദെൻ അതിൻ്റെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. ഡിപ്രിസിയേഷൻ അക്കൗണ്ടഡ് ടു പ്ലാൻ. ഉണ്ടോ? ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബാലൻസിനെ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു. 1st January 2015. അടുത്ത വർഷം 1st January 2015. ജാനുവരിയിൽ 2015 ഈ 2015 എന്ന് പറയുന്ന ഇയറിൽ നമ്മൾ അസറ്റ് വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇയർ അങ്ങോട്ട് പാസ് ചെയ്ത് പോരാൻ പറ്റും. നമ്മൾ ഡിപ്രിസിയേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. കാരണം 31st December ഒരു വർഷം കഴിയുന്നു, വീണ്ടും നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ ആദ്യത്തെ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തത് 5,000 ആണെങ്കിൽ രണ്ടാമത്തെ വർഷം ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 10,000 rupees ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് 6 മാസമേ നമ്മൾ ആ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു വർഷം നമ്മൾ ആ പ്ലാന്റ് ഉപയോഗിച്ചു. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1 lakh ഇൻറ്റു അല്ലേ, ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. അതുകൊണ്ട് 1 lakh ഇൻറ്റു നേരത്തെ കണ്ട അതേപോലെ തന്നെ 1 lakh ഇൻറ്റു എത്ര ശതമാനമാണ്? 10/100 എന്ന് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് 10,000 എന്ന് കിട്ടും. ദെൻ വീണ്ടും നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നു. 95,000 ആണ് ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ ഉള്ളത്. ആ 95,000 ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ ബാലൻസ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. 10,000 rupees മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 85,000 ആണ് ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസിനെ നമ്മൾ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു. 1st January 2016. ഈ 2016 ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ അസറ്റ് വാങ്ങുന്നുണ്ട്, പഴയ അസറ്റ് വിൽക്കുന്നുണ്ട്. കുറച്ച് സംഭവ ബഹുലമായ ഒരു ഇയർ ആയിട്ട് നമുക്ക് 2016 പറയാവുന്നതാണ് അല്ലേ. നോക്കൂ, 1st January 2016 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ അസറ്റ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ. 50,000 രൂപക്ക് പുതിയ അസറ്റ്, 50,000 രൂപക്ക് നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു ഉണ്ടോ, 50,000 rupees. അപ്പോൾ പ്ലാന്റ് അക്കൗണ്ടഡ് ടു ക്യാഷ്. ഇനി അത് കൂടാതെ 1/7 ആയപ്പോൾ അല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോകുന്നതാണ്. ഓൺ 1st July 2016 പ്ലാന്റ് പർച്ചേസ്ഡ് ഓൺ 1st July 2014. ഇതിൻ്റെ അർത്ഥം ജൂലൈ 1 തീയതി 2016 ആയപ്പോൾ നമ്മൾ 1st July 2014 ഇവിടെ വാങ്ങിച്ച ഈ 1 lakh rupeesന്റെ മെഷീനറി ഉണ്ടല്ലോ, അതാണ് വിൽക്കുന്നത്.
അപ്പോൾ അതാണ് വിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ അത് വിറ്റ സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടി? 75,000 റുപ്പീസാണ് വിറ്റപ്പോൾ കിട്ടിയത്. അപ്പം വിറ്റ് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, 75,000 കണ്ടോ. ഇനി വിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിറ്റത് അല്ലേ. ഇത് ജനുവരി 1-ാം തീയതി തന്നെ വിൽക്കുന്നില്ല. എന്നാ വിൽക്കുന്നത്? 1/7 വിൽക്കുന്നത്. അപ്പോൾ 1/7 വിൽക്കുന്നത് കൊണ്ട് ഈ 1 lakhന് 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ കാണണം. 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ പണ്ടേ നേരത്തെ കണ്ടതാണ്. 5000 രൂപയാണ് 6 മാസത്തെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഉണ്ടാവുക. കാരണം ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. എല്ലാ വർഷവും 10,000 ആയിരിക്കും ഡിപ്രിസിയേഷൻ. 6 മാസമാണെങ്കിൽ 5,000 ആയിരിക്കും ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ 5,000 നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ഈ ലോസിന്റെ കാൽക്കുലേഷൻ ആണ്. ഈ ലോസിന്റെ കാൽക്കുലേഷൻ വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ടേബിൾ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് കാണിക്കാം. ഇത് എങ്ങനെ ഇത് നോക്കിയിട്ട് എങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുക? ഇപ്പോൾ നമുക്കറിയാം 85,000 രൂപയാണ് 2 വർഷം കഴിഞ്ഞപ്പോൾ, ജനുവരിയിലെ 2 വർഷമല്ല 1.5 വർഷം കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒരു അര വർഷം, ഇവിടെ ഒരു വർഷം, ഇത് നമ്മൾ മുഴുവനായിട്ട് ഉപയോഗിച്ചപ്പോൾ അടുത്ത വർഷം 2016 ജനുവരി 1-ാം തീയതി ആയപ്പോൾ അതിൻ്റെ വാല്യൂ 85,000 എന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 85,000 അല്ലേ. ആ 85,000 എടുക്കുക. ആ 85,000-ൽ നിന്നും ഇപ്പോൾ നമ്മൾ 5,000 രൂപ ഡിപ്രിസിയേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ 85,000-ൽ നിന്നും 5,000 മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും? 80,000 ഉണ്ടാവും. ആ 80,000 ഉള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 80,000 സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 75,000 റുപ്പീസിനാണ് വിൽക്കുന്നത് കണ്ടോ. അപ്പോൾ 80,000 റുപ്പീസ് ഉള്ള ഒരു അസറ്റ് 75,000 റുപ്പീസിന് വിറ്റാൽ 5,000 എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ കൊണ്ട് എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട് കണ്ടോ. ലോസ് കണ്ടോ 5,000. ഇങ്ങനെ ഇത് കാണാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഈ 5,000 ഇങ്ങനെ കണ്ടുപിടിച്ചത് ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള കാൽക്കുലേഷൻസിലൊക്കെയാണ് ചിലപ്പോൾ കുട്ടികൾ പ്രയാസങ്ങൾ പറയാറ് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ ഒരു ടേബിളായിട്ട് കാണിക്കുന്നുണ്ട്. അതിങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സാധനമേ ഉള്ളൂ. എങ്കിലും ഒന്നുകൂടെ കാണിക്കുന്നു. നമ്മൾ 2014 ജൂലൈ 1-ാം തീയതി ഇത് വാങ്ങുന്ന സമയത്ത് 1 lakh റുപ്പീസാണ് അതിൻ്റെ വാല്യൂ. ആദ്യത്തെ കൊല്ലം നമ്മൾ 5,000 രൂപ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു, അപ്പോൾ 95,000 ആയി. രണ്ടാമത്തെ വർഷം 2015 10,000 രൂപ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു, അപ്പോൾ 85,000 രൂപയായി. മൂന്നാമത്തെ വർഷം 2016 6 മാസത്തെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തു, അപ്പോൾ 6 മാസം ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 80,000 രൂപയായി കണ്ടോ. ഈ 80,000 രൂപ വിലയുള്ള സാധനം നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 75,000 രൂപയ്ക്ക് വിറ്റു. സെയിൽസ് വാല്യൂ 75,000. അപ്പോൾ 80,000 രൂപ വിലയുള്ള സാധനം 70,000-ന് വിറ്റ 5,000 രൂപ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ലോസ് ഓൺ പ്ലാന്റ് ഓഫ് അല്ലേ. ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാരണം 1.5 വർഷം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ വാല്യൂ 85,000 ആണ്. അര വർഷം കൂടെ ഉപയോഗിച്ചു, അപ്പോൾ 5,000 രൂപയുടെയും കുറയ്ക്കുക. അപ്പോൾ എത്ര 80,000 ആയി. 80,000 ഉള്ള സാധനം 75,000-ന് വിറ്റ 5,000 റുപ്പീസ് ലോസ് ആയിരിക്കും. ആ ലോസ് നമ്മളിവിടെ കാണിക്കണം അല്ലേ. ഇനി ഇവിടെ എന്താ വീണ്ടും ഒരു ഡിപ്രിസിയേഷൻ 5,000 രൂപ എന്ന് എഴുതിയിട്ടുള്ളത്. നമ്മൾ 50,000 രൂപയുടെ ഒരു പുതിയ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. ഈ 50,000 രൂപയുടെ പുതിയ മെഷീനറിക്ക് നമ്മൾ എന്ത് 10% ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് വീണ്ടും ഇവിടെ 5,000 വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. 85,000 പ്ലസ് 50,000 ആഡ് ചെയ്താൽ 1,35,000 കണ്ടോ. ഈ 1,35,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിലൂടെ കാണിക്കുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,35,000-ൽ നിന്ന് 75,000 മൈനസ് ചെയ്യണം, 5,000 മൈനസ് ചെയ്യണം, വീണ്ടും 5,000 മൈനസ് ചെയ്യണം, വീണ്ടും 5,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും 45,000. ഇനി നമ്മുടെ കയ്യിൽ ഏത് മെഷീനറി ഏത് പ്ലാന്റ് മാത്രമേ ഉള്ളൂ? ഈ 50,000 രൂപയുടെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഈ 1 lakh റുപ്പീസിൻ്റെ പ്ലാന്റ് നമ്മൾ വിറ്റു, നമ്മളെടുത്തില്ല. ആ പ്ലാന്റ് ഫുള്ളായിട്ട് വിറ്റു. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് വിൽക്കുകയാണ്. ചിലപ്പോൾ പ്ലാന്റിൻ്റെ ഒരു ഭാഗമൊക്കെ വിൽക്കുന്നു എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയല്ല, ഫുള്ളായിട്ട് തന്നെ നമുക്ക് വിറ്റിട്ടുണ്ട്. ഒരു പാർട്ട് വിൽക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ആ പാർട്ട് വിൽക്കുമ്പോഴേക്കാണ് കൂടുതൽ കാൽക്കുലേഷൻസ് ഒക്കെ വരാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത പ്രോബ്ലം അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഈ 1 lakh റുപ്പീസിൻ്റെ പ്ലാന്റൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞു. ഇനി ഈ 50,000 രൂപേൻ്റെ പ്ലാന്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഈ 50,000 രൂപക്ക് ഇപ്പോൾ 5,000 രൂപ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്താൽ ബാക്കി 45,000 രൂപേൻ്റെ പ്ലാന്റേ നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത്രയേ ഉള്ളൂ. ആ 45,000 രൂപേനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു. ദെൻ ഈ 45,000 രൂപയുടെ അസറ്റിന് ഒരു വർഷം 31/12/2017 നമ്മൾ വീണ്ടും ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 50,000-ൻ്റെ 10%. 50,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5,000 രൂപയായിരിക്കും. വീണ്ടും ബാലൻസ് ചെയ്യുന്നു 40,000. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അവസാനം കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് ഈ 40,000 റുപ്പീസാണ്. 45,000-ൽ നിന്ന് ഈ 5,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 40,000. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ലൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ നമുക്ക് കാണാവുന്നതാണ്. ആ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ചിലപ്പോൾ ലോസ് മാത്രം ചെയ്യുന്ന എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഒരു 2 കോളം വേണം വരയ്ക്കാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം. ഇത് പർട്ടിക്കുലർ കോളെന്നും ഇവിടെ ഇതിന് എമൗണ്ട് കോളെന്നും കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ,
നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് കഴിഞ്ഞു, ഇനി നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലേക്കാണ് കിടക്കുന്നത്. ഡിപ്രിസിയേഷൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് ആ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഡിഫറൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് സമയം ഡിസ്കസ് ചെയ്യാതെ വേഗം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്തതുമാണ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതുമാണ്. അപ്പോൾ കൂടുതൽ നമുക്കത് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും. എങ്കിൽ പോലും നമുക്ക് തിയററ്റിക്കലായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റൈറ്റ് എനി ടു ഡിഫറൻസസ് അങ്ങനെയൊക്കെ ചിലപ്പം ചോദിക്കാം. ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് ഞാൻ SLM സ്ലൈഡിൽ ഇത് എഴുതുന്നതിനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുരുക്കി എഴുതിയിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് WDV എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ദ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ചിലപ്പോൾ WDV എന്നൊക്കെ പറയാറുണ്ട്, അത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെന്ന് കൂടി മനസ്സിലാക്കണം. നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ്. ഇവിടെ ചാർജ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺ ബുക്ക് വാല്യൂ. ഇവിടെ ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിലാണ്. കണ്ടോ, എല്ലാ കൊല്ലവും നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത സമയത്ത് അതൊരു പ്രോബ്ലം ചെയ്ത് ഇത് പറയുന്നേരം കുറച്ചും കൂടെ ഒരു സൗകര്യം ഉണ്ടാവും അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാ കൊല്ലവും നമ്മുടെ ഡിപ്രിസിയേഷൻ 10,000 രൂപയായിരുന്നു. പിന്നെ ഇവിടെ 5,000 ആയത് എന്തുകൊണ്ടാണ്? ഇവിടെ 6 മാസം കണ്ടതുകൊണ്ടാണ് 5,000 ആയത്. ഇവിടെ 6 മാസം കണ്ടതുകൊണ്ടാണ് 5,000 രൂപയായത്. സാധാരണഗതിയിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷവും നമ്മുടെ ഡിപ്രിസിയേഷൻ ആയിട്ട് വരുന്നത്, ഒരു അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ ബുക്ക് വാല്യൂ, റിട്ടേൺ ഡൗൺ വാല്യൂ. നമ്മളത് വാങ്ങി അതിന്റെ ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ആ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത വാല്യൂവിന്റെ മുകളിലാണ് വീണ്ടും ഡിപ്രിസിയേഷൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിട്ടേൺ ഡൗൺ വാല്യൂ, ഡിമിനിഷിങ് അല്ലേ എന്നൊക്കെ നമ്മൾ വിളിക്കാനുള്ള കാരണം അതാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ആനുവൽ ഡിപ്രിസിയേഷൻ ഈസ് ഫിക്സഡ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ആനുവൽ ഡിപ്രിസിയേഷൻ ഫിക്സഡ് ആണ്. എല്ലാ കൊല്ലവും ഒരേ എമൗണ്ട് ആണ് ഡിപ്രിസിയേഷൻ എങ്കിൽ ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷവും ഇത് എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് അൺഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ അല്ലേ. ഡിപ്രിസിയേഷനും റിപ്പയറും എന്താണ്? അൺഈക്വൽ ആണ്. ഇവിടെയോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, ഇവിടെ അൺഈക്വൽ ആണ്. ഇതിനടുത്ത പോയിന്റ് നോക്കൂ, നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ പ്രകാരം ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, പക്ഷേ റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പിന്നെ എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇൻകം ടാക്സ് ലോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്യൂട്ടബിൾ ഫോർ അസറ്റ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ഈസ് ലെസ്. റിപ്പയർ ചാർജ് കുറവുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കുറച്ചും കൂടെ സൂട്ടബിൾ ആവുക. ദ പോസിബിലിറ്റി ഓഫ് ഒബ്സലിസൻസ് ഈസ് ലോ. ഇവിടെ പോസിബിലിറ്റി ഓഫ് ഒബ്സലിസൻസ് എന്ന് പറയുന്നത് കുറവാണ്. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് റിക്വയർ മോർ റിപ്പയർ എക്സ്പെൻസ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന കൂടുതൽ റിപ്പയർ ഒക്കെ വേണ്ടി വരുന്ന അത്തരത്തിലുള്ള അസറ്റുകൾക്കാണ് സാധാരണഗതിയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കുറച്ചും കൂടെ ഉണ്ടാകുന്നത്. അതിൻ്റെ സ്യൂട്ടബിലിറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തതായിട്ട് രണ്ടാമത്തെ ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ ഒരു പോർഷൻ, അസറ്റ് ഫുള്ളായിട്ട് വിൽക്കാതെ ഒരു ഭാഗം മാത്രം. നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി കുട്ടികൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ആ അസറ്റ് 1 lakhന്റെ അസറ്റ് ഫുള്ളായിട്ട് വിൽക്കുകയായിരുന്നു. ഇവിടെ ഈ 12,000 രൂപയുടെ അസറ്റ് ചെറിയ എമൗണ്ട് ഉള്ള പ്രോബ്ലമാണ്. എമൗണ്ട് വളരെ ചെറുതാണെങ്കിലും ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യുന്നത് എല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. 12,000 റുപ്പീസിൻ്റെ അസറ്റാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത്. കമ്പനി പർച്ചേസ് ചെയ്തത് ആദ്യം 12,000 രൂപയുടെ അസറ്റാണ്. 1st January 2015 ലിമിറ്റഡ് കമ്പനി പർച്ചേസ്ഡ് മിഷനറി ഓഫ് ₹12,000. ആസ് ഓൺ 30th June 2006 it acquires additional machinery at a cost of ₹2,000. നോക്കൂ, on 31st March 2007 one of the original machine which had cost ₹500 was found to have obsolete and was sold as scrap ₹50. 500 രൂപേൻ്റെ അല്ലേ ആദ്യം വാങ്ങിയ മെഷീനറിയിൽ ഈ 12,000 രൂപയുടെ മെഷീനറിയിൽ ഒരു 500 രൂപയുടെ മെഷീനറി നമ്മൾ 50 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ അനദർ മെഷീൻ. അന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. 800 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിക്കൊണ്ട് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു. ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ് അറ്റ് 15%. നേരത്തെ 10% ആയിരുന്നെങ്കിൽ ഇവിടെ 15% ആണ്. ഇവിടെ മെത്തേഡും മാറുന്നു. ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഷോ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ പരിശോധിക്കാവുന്നതാണ്. നമുക്ക് മിഷനറി അക്കൗണ്ട്, നേരത്തെ പ്ലാന്റ് അക്കൗണ്ട് ആയിരുന്നെങ്കിൽ ഇവിടെ മിഷനറി അക്കൗണ്ട് ആണ്. ഇവിടെ January 1 തന്നെ ആദ്യം നമ്മൾ 12,000 രൂപയുടെ മിഷനറി വാങ്ങിക്കുന്നുണ്ട്. നോക്കൂ, on 1st January 2005 എ ലിമിറ്റഡ് കമ്പനി പർച്ചേസ്ഡ് മിഷനറി ഫോർ ₹12,000. കണ്ടോ? അപ്പോൾ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ അല്ലേ
പിന്നെ 30th June 2006 ആകുമ്പോഴുള്ളൂ. അപ്പോൾ 2005 പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. 2005 ആകെ ഈ ആദ്യം നമ്മൾ ജനുവരി 1-ാം തീയതി മിഷനറി വാങ്ങിക്കുന്നു, അതിന് 12,000 രൂപയാണ്. അത്ര മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മൾ വാങ്ങിച്ച മിഷനറി അക്കൗണ്ട് ടു ക്യാഷ് 12,000, ഒരു കൊല്ലം പൂർത്തിയാകുന്നു 31st December 2005. നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ബൈ ഡിപ്രിസിയേഷൻ 15% ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, 12,000 × 15/100 ഒരു കൊല്ലത്തേക്ക് തന്നെ കാണാവുന്നതാണ്. കാരണം 1st January തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലത്തെ ഡിപ്രിസിയേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ 12,000 × 15/100 എന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് 1,800 കിട്ടുന്നത്. അങ്ങനെ 1,800 നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ. അപ്പോൾ ടോട്ടൽ 12,000, ടോട്ടൽ ഇവിടെ ഈ സൈഡിലേക്ക് എടുത്തെഴുതുന്നു, ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുന്നു 12,000, നമ്മൾ ബാലൻസ് ചെയ്യുന്നു 10,200 ഈസ് ദ ബാലൻസ്. ആ 10,200-നെ നമ്മൾ 1st January 2006 ആകുമ്പോൾ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു കേട്ടോ. ഈ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി 30/6/2016 നമ്മൾ പ്രോബ്ലം ഒന്നുകൂടെ നോക്കാം. On 30th June 2006 it acquired additional machinery at a cost of ₹2,000. നമ്മളൊരു അഡീഷണൽ മെഷീനറിയും കൂടെ വാങ്ങാം. എന്നാ വാങ്ങിച്ചത് 30/6-നാണ്. 30/6 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 30/6 എന്ന് പറയുന്നതിന് പകരം വേണം നമുക്ക് എന്ത് ചെയ്യാം, 1st July എന്ന് എഴുതാവുന്നതാണ്. വേണമെങ്കിൽ 30/6 അല്ലെങ്കിൽ 1st July എന്നും 1/7 എന്നും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇവിടെ എന്തായാലും 30/6 തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ വീണ്ടും മെഷീനറി വാങ്ങിച്ചു 2,000 രൂപയുടെ മെഷീനറി. അപ്പോൾ ഇനി എന്തൊക്കെ നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് 2 ഡിപ്രിസിയേഷൻ ചെയ്യണം. ഏതൊക്കെ 2 ഡിപ്രിസിയേഷൻ? ഒന്ന്, നേരത്തെ ഇവിടെ നമ്മൾ വാങ്ങിച്ച 12,000 രൂപയുടെ മെഷീനറിക്ക് 10,200 രൂപയുടെ മുകളിൽ ഡിപ്രിസിയേഷൻ കാണണം. അതുകൂടാതെ ഈ 2,000 രൂപയുടെ മെഷീനറിക്ക് എന്നാണ് വാങ്ങിച്ചത്, അത് 30/6-ന് വാങ്ങിച്ചത് കൊണ്ട് 6 മാസത്തെ ഡിപ്രിസിയേഷനും കാണണം. ഈ 2 ഡിപ്രിസിയേഷനും കൂടെ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 1,680 രൂപ. ഈ 1,680 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ 1,680 കിട്ടിയത് നമുക്ക് 2 എമൗണ്ട് ആഡ് ചെയ്തിട്ടാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, 2015 നമ്മൾ 12,000 രൂപയുടെ മെഷീനറി നമ്മളെടുത്തിട്ടുണ്ട്. ആ 12,000 രൂപയുടെ മെഷീനറിയുടെ 15% നമ്മൾ കണ്ടു, 1,800. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ, 1,800 കണ്ടല്ലോ. അത് ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ഡിപ്രിസിയേഷൻ 1,800 രൂപ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കാരണം ഈ മെഷീനറി അക്കൗണ്ടിൽ ഇതെല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് വലിയ ഷീറ്റാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ക്രൗഡഡ് ആവുകയും നിങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നതൊക്കെ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇത് വേറൊരു സ്ലൈഡ്. ഈ 1,800 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നു. ദെൻ 12,000 × 15/100 അതാണ് 1,800. ഇനി 1,680 കിട്ടുന്ന നേരം 2 ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ഇത് വാല്യൂ ഇതിൻ്റെ ബാലൻസ് ചെയ്യുക. അതായത് 12,000-ൽ നിന്ന് 1,800 ബാലൻസ് ചെയ്താൽ 10,200 ഉണ്ടാവും അല്ലേ. ആ 10,200-ന്റെ 15% നമ്മൾ വീണ്ടും കാണുന്നു അല്ലേ. അതല്ലേ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആവുന്ന നേരം നമ്മൾ നേരത്തെ 12,000 നമ്മൾ ഇനി കാണാൻ പറ്റില്ല. ഇനി എത്ര നമ്മൾ ഇതെങ്ങനെയാണ് 10,200 കിട്ടിയത്? എങ്ങനെയാണ്? 12,000 മൈനസ് നേരത്തെ കിട്ടിയ ഡിപ്രിസിയേഷൻ 1,800. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 10,200 കിട്ടിയത്. ഒന്നുകൂടെ പറയുന്നു, 12,000 മൈനസ് 1,800, 10,200 കിട്ടി. ആ 10,200 × 15/100 കേട്ടോ. അപ്പോൾ 1,530, 1,530. അത് മതിയോ? പോരാ. ഇനി ജൂലൈ 1-ാം തീയതി നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ജൂലൈ 1-നാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. കാരണം ജൂൺ 30, ജൂലൈ 1 ഒക്കെ കറക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ജൂലൈ 1-ാം തീയതി നമ്മൾ വീണ്ടും 2,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. അത് ജൂലൈ 1-ന് വാങ്ങിച്ചത് കൊണ്ട് 6 മാസത്തെ ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2,000 × 15/100 × 6/12 കേട്ടോ. ഇവിടെ 6 മാസത്തേക്ക് കാണും. 2,000 × 15/100 × 6/12 കാണുമ്പോൾ 150 രൂപയാണ് കിട്ടുക. ഈ 150ഉം 1,530 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,530 + 150 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1,680 എന്ന് കിട്ടും. ഈ 1,680 ആണ് സെക്കൻഡ് ഇയറിലെ നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ 1,680 കണ്ടോ. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുന്നു 10,200 + 2,000, 12,200. ആ 12,200 നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ അതിൽ നിന്ന് 1,680 മൈനസ് ചെയ്യുന്നു, നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് എത്രയാണ്? 10,520 ഈസ് ദ ബാലൻസ് കേട്ടോ. ഈ 10,520 നമ്മൾ വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇനി നമുക്ക് 2017 സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? 2017 അല്ല 2007 എന്നാണ്. On 31st March 2007 one of the original machine which had cost 500, നമ്മുടെ ഒറിജിനൽ മെഷീൻ ഈ 12,000 രൂപയിലെ ഒരു 500 രൂപയുടെ മെഷീൻ എന്തായി കഴിഞ്ഞു? ഹൗ ഒബ്സലീറ്റ് ആൻഡ് സോൾഡ് ആസ് സ്ക്രാപ്പ് ₹50. 50 രൂപക്ക് നമ്മൾ വിൽക്കുക. 500 രൂപ. ആ 500 രൂപ ഏത് മെഷീനറിയിലുള്ളതാണ്? ഈ 12,000 രൂപയിലെ മെഷീനറിയിലെ 500 രൂപയുടെ മെഷീനറി, അതിൻ്റെ ഒരു ഭാഗം കണ്ടോ. ഒരു പാർട്ട് വിൽക്കുന്ന നേരെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തത്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റനും കൂടിയാണ്.
ഓക്കെ. അപ്പോൾ ഈ 500 രൂപ എന്ന് പറയുന്നത് 12,000 രൂപയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അടർത്തി എടുത്തതാണ്. അപ്പോൾ 12,000 രൂപയുടെ മെഷീനറിയും 500 രൂപയുടെ മെഷീനറിയും, അതിൽ നിന്ന് ആ 12,000 രൂപയിൽ നിന്ന് 500 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെഷീനറി നമ്മൾ ഒബ്സൊലീറ്റ് ആയപ്പോൾ അത് വിൽക്കുന്നു. വിറ്റപ്പോൾ നമുക്ക് ആകെ 50 രൂപയാണ് കിട്ടിയത്. മാത്രമല്ല, ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ഓൺ ദാറ്റ് ബൈ ന്യൂ മെഷീൻ കോസ്റ്റിംഗ് ₹800. ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ഓൺ ദാറ്റ് ബൈ എ ന്യൂ മെഷീൻ കോസ്റ്റിംഗ് ₹. അന്ന് തന്നെ നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട് 800 രൂപയ്ക്ക്. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു വിൽപ്പനയും നടക്കുന്നുണ്ട്, വാങ്ങലും നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ഇയറാണ് 2007 എന്ന് പറയുന്നത്. നമുക്ക് 2007ലേക്ക് നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ എഴുതി 10,520 ഈ ബാലൻസ് നമ്മൾ അങ്ങോട്ട് എഴുതി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 31 മാർച്ച് 2007 നമ്മൾ പുതിയ അന്ന് തന്നെ അന്ന് തന്നെ നമ്മൾ പുതിയ മെഷീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മെഷീൻ വാങ്ങിച്ചപ്പോൾ നമുക്ക് 800 രൂപ കിട്ടി. 800 രൂപയുടെ മെഷീൻ നമ്മൾ വാങ്ങിച്ചു. അപ്പം മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. 800 രൂപ കിട്ടില്ല, വിൽക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുക. ഇവിടെ നമ്മൾ മെഷീനറി വാങ്ങിക്കുകയാണ്, മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. കണ്ടോ? 800 rupees നമുക്ക് കിട്ടി. 800 rupees നമ്മളിവിടെ എഴുതി, കിട്ടി എന്ന് പറയാൻ പാടില്ല. അപ്പം മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ്. ഇപ്പോൾ ക്യാഷ് പോവാണ് ചെയ്തത്, നമുക്ക് മെഷീനാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, 800 രൂപയുടെ മെഷീനറിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതി, മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് 800. മനസ്സിലായി? ഇപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഏരിയ നമ്മൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വിറ്റ സമയത്ത് എന്നാണ് വിറ്റത്? 31/3/2007 നമ്മൾ സാധനം വിൽക്കുന്നത്. വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ ക്യാഷ് കിട്ടിയത്? 50 രൂപ. അപ്പോൾ നമ്മൾ ബൈ ക്യാഷ് അക്കൗണ്ട് ടു മെഷീനറി. വിൽക്കുന്ന സമയത്ത് നമുക്ക് 50 രൂപ കിട്ടി. ഇനി ഈ ഡിപ്രിസിയേഷൻ 14 രൂപ എങ്ങനെയാണ് കിട്ടിയത്? ഈ ലോസ് എങ്ങനെയാണ് 297 രൂപ കിട്ടിയത്? രണ്ടാമതൊരു ഡിപ്രിസിയേഷൻ വീണ്ടും എങ്ങനെയാണ് 1614 കിട്ടിയത് എന്നുള്ളതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ വിറ്റ മെഷീനറിക്ക് 14 രൂപ. ഈ 14 രൂപ എന്ന് പറയുന്നത് നമ്മളിപ്പം വിറ്റ 500 രൂപയുടെ മെഷീനറി ഉണ്ടല്ലോ, ആ 500 രൂപയുടെ മെഷീനറി നമ്മളിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 3 മാസം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 500 രൂപയുടെ മെഷീനറി 3 മാസം ഉപയോഗിക്കുമ്പോൾ അല്ലേ, അപ്പോൾ ഈ മൂന്നാമത്തെ കൊല്ലത്തെ 3 മാസത്തെ ഡിപ്രിസിയേഷനാണ് ഈ 14 രൂപ എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ 14 rupees നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി 2007 31 മാർച്ച് ഡിപ്രിസിയേഷൻ ഓഫ് മെഷീൻ സോൾഡ്. വിറ്റ മെഷീനറിയുടെ ആ ഡിപ്രിസിയേഷനാണ് നമ്മൾ കാണുന്നത്. അത് തുടക്കം മുതൽ നമ്മൾ ചെയ്തു കൊണ്ടുവരണം അല്ലേ. ആദ്യം 2005 അല്ലേ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2005 ആണ്. 2005 500 രൂപക്ക് 15% കണ്ട 75 രൂപ ഉണ്ടാവും. കണ്ടോ? 500 രൂപക്ക് 15% 2005 നമ്മൾ ആദ്യം വാങ്ങിച്ചെന്ന് അതിന് 75 രൂപയുടെ ഡിപ്രിസിയേഷൻ ഉണ്ടാവും. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 2006 വരുമ്പോൾ 500 നിന്ന് എത്ര മൈനസ് ചെയ്യണം? ഈ 75 മൈനസ് ചെയ്യണം. കാരണം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. കണ്ടോ? അപ്പോൾ 500 രൂപയിൽ നിന്ന് 75 മൈനസ് ചെയ്തു. അപ്പോൾ 425 രൂപ. ആ 425ന്റെ 15% നമ്മൾ കണ്ടു. അപ്പോൾ 64 രൂപ. രണ്ടാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ 64 രൂപയാണ്. ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ വർഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് 2007 നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഈ 64,000 ബാലൻസിൽ നിന്ന് വീണ്ടും മൈനസ് ചെയ്യണം അല്ലേ. നമ്മൾ ഈ മൗസ് ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് ഇവിടെ ഈ ഇത് വരുന്ന ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഞാൻ ഇളക്കാതാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കില്ല അവർ. അപ്പോൾ 425 രൂപയിൽ നിന്ന് ഇനി നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 64 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ 361 രൂപ എന്ന് കിട്ടും. അതാണ് ഇപ്പം നമ്മുടെ മെഷീൻ്റെ വാല്യൂ. ആ 500 രൂപയുടെ മെഷീന് ഇപ്പം വിൽക്കുന്ന സമയത്ത് 2 വർഷവും 3 മാസവും കഴിയുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 361 രൂപ. എങ്ങനെ 361 കിട്ടിയത്? ആദ്യം നമ്മൾ 500ന്റെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു 75, രണ്ടാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു 64. ഇത് രണ്ടും മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 361 എന്ന് കിട്ടിയത്. 361ന്റെ 15% ഒരു കൊല്ലത്തേക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. എത്രയേ കാണാൻ പറ്റുമോ? 3 മാസത്തേക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ 361 ഇൻറ്റു 15/100 ഇൻറ്റു 3/12, അപ്പോൾ 13.53. അതിന് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. ആ റൗണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 14 രൂപ എന്ന് കിട്ടിയത്. കണ്ടോ? വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഈ 14 രൂപയാണ് നമ്മുടെ ഇപ്പം നമ്മൾ വിറ്റിരിക്കുന്ന മെഷീനറിയുടെ 3 മാസത്തെ ഡിപ്രിസിയേഷൻ 14 രൂപ. കണ്ടോ? ഇനി വിൽപ്പനയിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും വിൽപ്പനയിലുള്ള ലോസ് കണ്ടുപിടിച്ചിരുന്നു. ഇവിടെയും നമുക്ക് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമുക്ക് ഇവിടെയും കാണാവുന്നതാണ്. എങ്ങനെയാണ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 297 rupees എന്ന് കിട്ടിയത്? വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് പോവാം അല്ലേ. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ആദ്യം നമുക്ക് 500 രൂപയാണ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. നമ്മൾ എത്ര വർഷം നമ്മൾ ഉപയോഗിച്ചു? 2 വർഷവും 3 മാസവും നമ്മൾ ഉപയോഗിച്ചു. ഇതിൻ്റെയൊക്കെ ഡിപ്രിസിയേഷൻ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതായതുകൊണ്ട് വീണ്ടും ഇവിടെ മൊത്തം ആഡ് ചെയ്യുക ചെയ്ത് അല്ലേ. ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം.
നമുക്ക് ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ എത്രയാണ് 75, രണ്ടാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ എത്രയാണ് 64, മൂന്നാമത്തെ 3 മാസത്തെ ഡിപ്രിസിയേഷൻ എത്രയാണ് 14. അപ്പോൾ നമുക്ക് 2 കൊല്ലവും 3 മാസത്തെയും ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 75 + 64 + 14 ഈ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. 75 + 64 + 14 153 റുപ്പീസ് ഉണ്ടാവും. അപ്പോൾ 2 കൊല്ലവും 3 മാസവും ഈ മെഷീനറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ 75 രൂപ ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ, 64 രൂപ രണ്ടാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ, 14 രൂപ മൂന്നാമത്തെ കൊല്ലത്തെ 3 മാസത്തെ ഡിപ്രിസിയേഷനും കൂടെ ആഡ് ചെയ്താൽ 153 രൂപ ഉണ്ടാവും. 500-ൽ നിന്ന് 153 രൂപ മൈനസ് ചെയ്താൽ ഉണ്ടാവും ബാക്കി നമുക്ക് 374 രൂപ ഉണ്ടാവും. 347 രൂപ ഉണ്ടാവും. അപ്പോൾ 347 രൂപ വിലയുള്ള ഒരു അസറ്റാണ് നമ്മൾ വെറും 50 രൂപക്ക് വിൽക്കുന്നത്. കണ്ടോ, 347 രൂപ വാല്യൂ ഉള്ള അസറ്റാണ്. 2 കൊല്ലവും 3 മാസവും ഉപയോഗിച്ചപ്പോൾ 500 രൂപയുടെ മെഷീനറിക്ക് 347 രൂപ വാല്യൂ ഉണ്ടായിരുന്നു. ആ 347 രൂപ വാല്യൂ ഉള്ള മെഷീൻ നമ്മളിപ്പം സോൾഡ് ഫോർ ₹50, 50 രൂപക്ക് വിൽക്കുമ്പോൾ അപ്പോൾ നമ്മളതങ്ങ് മൈനസ് ചെയ്താൽ മതി. 347 മൈനസ് അല്ലേ 50 രൂപ, അതങ്ങ് അതിൻ്റെ ഡിഫറൻസ് അങ്ങ് കണ്ടാൽ നമുക്ക് ലോസ് എത്രയാണെന്ന് കിട്ടും. 297 റുപ്പീസ് ഈസ് ദ. ഇങ്ങനെയാണ് നമുക്ക് ഈ 297 കിട്ടിയത്. കണ്ടോ, വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. 297, ഈ 297 ആണ് നമ്മൾ എവിടെ എഴുതിയിട്ടുള്ളത്. 209. അപ്പോൾ 50 എങ്ങനെയാണ് കിട്ടിയത്, 14 എങ്ങനെയാണ് കിട്ടിയത്, 297 എങ്ങനെയാണ് കിട്ടിയതെന്ന് ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൂടെ കാണേണ്ടതായിട്ടുണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോൾ 31 ഡിസംബറായി. ഇപ്പം നേരത്തെ നമ്മൾ ചെയ്തൊക്കെ എന്നാണ് 31 മാർച്ചിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. വിൽപ്പന നടന്നത് 31 മാർച്ചിലാണ്. ഇനി 31 ഡിസംബറിലേക്ക് നമ്മൾ വരുമ്പോൾ കണ്ടോ, ഇനി നമ്മുടെ കയ്യിൽ ഇനി എന്തൊക്കെ മെഷീനാണ് അവശേഷിക്കുന്നത് നോക്കൂ. ഈ 12,000 രൂപയുടെ മെഷീൻ പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ 12,000 രൂപയിൽ 500 രൂപയുടെ മെഷീനറി നമ്മൾ 50 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 500 പോയി. അപ്പോൾ ഈ 12,000 രൂപയിൽ നിന്നും 500 മൈനസ് ചെയ്താൽ 11,500 രൂപയുടെ മെഷീനറി ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. നേരത്തെ വാങ്ങിയ 2,000 രൂപയുടെ മെഷീനറി നമ്മൾ എടുത്തിട്ടുണ്ട്. പുതുതായിട്ട് നമ്മൾ 2007 വാങ്ങിയ 800 രൂപയുടെ മെഷീനറി ഉണ്ട്. ഈ 3 മെഷീനറിയും കൂടെ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്തുമ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 1,640. കണ്ടോ, അതെങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് 1,614 കിട്ടിയത് എന്നുള്ളത് നമുക്ക് വീണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആയിക്കോളൂ. ലാസ്റ്റ് പാർട്ട്, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ 31 ഡിസംബർ 2007. 2007 കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിൽ 3 മെഷീൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 3 മെഷീൻസ് ആർ ദർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ 12,000 രൂപയിൽ നിന്നും 500 രൂപ മൈനസ് ചെയ്താൽ ബാക്കി നമ്മുടെ കയ്യിലുള്ള 11,500 രൂപയുടെ മെഷീൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ മെഷീൻ നമ്മൾ വീണ്ടും നമ്മൾ ജൂൺ 30 വാങ്ങിച്ചിട്ടുള്ള 2,000 രൂപയുടെ മെഷീൻ. അപ്പോൾ ഈ രണ്ടാമത്തെ മെഷീൻ. മൂന്നാമത്തെ മെഷീൻ എന്ന് പറയുന്നത് നമ്മളിതാ ഈ വർഷം 2007 നമ്മൾ വാങ്ങിച്ചിട്ടുള്ള, ലാസ്റ്റ് ഇയറിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 800 രൂപയുടെ മെഷീൻ. അപ്പോൾ ഇങ്ങനെ 3 മെഷീനാണുള്ളത്. അപ്പോൾ ആദ്യത്തെ മെഷീനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഫസ്റ്റ് ഇയറിലെ മെഷീൻ, അതിൽ ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് 11,500 രൂപയുടെ. എങ്ങനെ 11,500 കിട്ടിയത്? 12,000 നിന്ന് 500 മൈനസ് ചെയ്തു. അത് 500 രൂപയുടെ മെഷീൻ നമ്മൾ വിറ്റു. ബാക്കിയുള്ള 11,500-ന് 15% നമ്മൾ കണ്ടാൽ 1,725 രൂപ ഉണ്ടാവും. ആ 1,725 രൂപ രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 11,500 മൈനസ് 1,725, അപ്പം 9,775 എന്ന് കിട്ടും. അതിൻ്റെ 15% കണ്ടാൽ രണ്ടാമത്തെ കൊല്ലം നമ്മുടെ ഡിപ്രിസിയേഷൻ 1,466 എന്ന് കിട്ടും. കണ്ടോ, ഈ 1,466 രണ്ടാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ കൊല്ലമാണ് ഇപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാണാൻ പോകുന്നത്. ഇപ്പം 9,775 നിന്നും 1,466 മൈനസ് ചെയ്താൽ ഇനി നമ്മുടെ കയ്യിൽ 8,309 റുപ്പീസിൻ്റെ മെഷീനറി ഉണ്ടാവുള്ളൂ. 8,903 × 15/100. അപ്പോൾ നമുക്ക് 1,246. അപ്പോൾ 1,464 രൂപ നമ്മൾ പഴയ മെഷീനറി 2000 ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ആ വർഷം നമ്മൾ വാങ്ങിച്ച അല്ലേ, അവിടെ 12,000 രൂപക്ക് വാങ്ങിച്ച മെഷീനറിയിൽ നിന്ന് 500 രൂപ മൈനസ് ചെയ്തും ബാക്കി വന്ന മെഷീനറിയുടെ ആ 11,500-ൻ്റെ മൂന്നാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷനാണ് എത്ര? 1,200. ഈ എമൗണ്ട് നമുക്ക് വേണ്ടത് 1,240. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്ത് നോക്കിയത്. കാരണം 11,500 രൂപയുടെ ഡിപ്രിസിയേഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. 11,500-ൻ്റെ ആദ്യത്തെ കൊല്ലം ഡിപ്രിസിയേഷൻ കണ്ടു, രണ്ടാമത്തെ കൊല്ലം ഡിപ്രിസിയേഷൻ കണ്ടു, മൂന്നാമത്തെ കൊല്ലം ഡിപ്രിസിയേഷൻ. കാരണം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ചെയ്ത് ചെയ്യണം. 1,246 കിട്ടി. ഇനി നമുക്ക് ഏതാണ് ഡിപ്രിസിയേഷൻ കാണും? 2,000 രൂപയുടെ ഒരു മെഷീനറി അവിടെ ഉണ്ട് അല്ലേ. 2,000 രൂപയുടെ മെഷീനറിക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തത് 150 രൂപ. ആ 150 രൂപ മൈനസ് ചെയ്തു. അപ്പോൾ 1,850 രൂപ ഉണ്ടാവും. ആ 1,850 രൂപയുടെ 15% നമ്മൾ കാണണം. ആ 15% എത്ര? 278. കണ്ടോ, 278. ഇനി മൂന്നാമത്തെ മെഷീനറി അവിടെ ഉണ്ട്. ആ മൂന്നാമത്തെ മെഷീനറി നമ്മൾ വാങ്ങിച്ചത് മാർച്ച് 31-നാണ് അല്ലേ. 2007 നമ്മൾ വാങ്ങിച്ച മെഷീനറി എന്നാ വാങ്ങിച്ചത്? മാർച്ച് 31-നാണ്. അപ്പോൾ 9 മാസത്തെ ഡിപ്രിസിയേഷനാണ്. മാർച്ച് മുതൽ അങ്ങോട്ട് ഡിസംബർ വരെ 9 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 800 × 15/100, 800 × 15/100 × 9/12. അപ്പോൾ 90 റുപ്പീസ് കിട്ടും.
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്, അതായത് ആ ആദ്യത്തെ മിഷനറിയിൽ നിന്ന് 500 രൂപ വിറ്റതിന് ശേഷം ബാക്കിയുള്ള മിഷനറിയുടെ ഡിപ്രിസിയേഷൻ പ്ലസ് ദെൻ രണ്ടാമത്തെ കൊല്ലം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 2000 രൂപയുടെ ഡിപ്രിസിയേഷൻ പ്ലസ്, അല്ലേ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ രണ്ടാമത്തെ കൊല്ലം വാങ്ങിച്ചിട്ടുള്ള ഇവിടെ 12000 രൂപയുടെ മിഷനറിയിൽ നിന്നും 500 രൂപ മൈനസ് ചെയ്ത് ബാക്കിയുള്ള മിഷനറിയുടെ ഡിപ്രിസിയേഷൻ പ്ലസ് 2000 രൂപയുടെ രണ്ടാമത്തെ കൊല്ലം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 2000 രൂപയുടെ മിഷനറിയിൽ നിന്നും 150 രൂപ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടി. അത് വീണ്ടും നമ്മളത് വിൽക്കാതെ ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മൂന്നാമത്തെ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ പ്ലസ് പുതുതായിട്ട് വാങ്ങിച്ച 800 രൂപയുടെ മിഷനറിയുടെ ഡിപ്രിസിയേഷൻ. ഒന്നും കൂടെ കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടോളൂ. നോട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അത് നോട്ട് ചെയ്യാവുന്നതാണ്. ഉണ്ടോ? അങ്ങനെയാണ് നമുക്ക് 1614. അപ്പോൾ ഇത് 90 റുപ്പീസ് ഉണ്ടാവും. ഇത് മൂന്നും കൂടി, ഈ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്താൽ 1614. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 1614 എങ്ങനെയാണ് കിട്ടിയത് എന്ന്. ഇത്രയും കഴിഞ്ഞാൽ നമുക്കിത് ബാലൻസ് ചെയ്യാവുന്നതാണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 10,520 പ്ലസ് 800 ആഡ് ചെയ്യുന്നു. അപ്പോൾ 11,320 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ഈ എമൗണ്ട് -50 -14 ദെൻ -297 -1614 മൈനസ് ചെയ്താൽ ഇനി നമ്മുടെ കയ്യിലുള്ള മിഷനറിയുടെ ബാലൻസ് എന്ന് പറയുന്നത് 9,345. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻസ് ഒക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് അത് ആ രീതിയിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ്. ഇവിടെ തന്നെ ഒരു കാര്യങ്ങൾ കാണാവുന്നതാണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, അല്ലേ? ഇത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രൊവിഷൻ ഉണ്ടാവുന്നതിന് നമ്മുടെ പ്രോഫിറ്റ് ഇങ്ങനെ കുറയും. മറ്റത് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ അപ്രോപ്രിയേറ്റ് ചെയ്യാണ്. റിസർവ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ അപ്രോപ്രിയേഷൻ ആയിട്ട്, അതുകൊണ്ടാണ് ഇതിന് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നോക്കൂ, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മീറ്റിംഗ് എക്സ്പെക്റ്റഡ് ലോസസ്. പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ലോസസ് മീറ്റ് ചെയ്യാനാണെങ്കിൽ, ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് അൺനോൺ കണ്ടിൻജൻസീസ്. നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത അൺനോൺ കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ അത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ എന്ന്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് കാര്യത്തിനാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അൺനോൺ കണ്ടിൻജൻസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മീറ്റ് ചെയ്യുന്നത്? റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കൂ, ഇറ്റ് ഈസ് ജനറലി സബ്സ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ ഡിഡക്റ്റഡ് ഫ്രം ദ ഐറ്റം ആൻഡ് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ്. പ്രൊവിഷൻ എപ്പോഴും നമ്മൾ ആ ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൽ, അല്ലേ, ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുകയും ചെയ്യും. ഇവിടെയോ ഇത് ബാലൻസ് ഷീറ്റിന്റെ എവിടെയാണ് കാണിക്കുക? അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഇവിടെ ഷോൺ ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഐറ്റം ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. റിസർവ് ആകുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഒരിക്കലും പ്രൊവിഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഫിറ്റ് ആയിട്ട് പിന്നെ ഡിവൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. റിസർവ് എന്ത് ചെയ്യാവുന്നതാണ്? റിസർവ് ഓൾവേസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്രൊവിഷൻ ഡിക്രീസസ് പ്രൊപ്പറൈറ്റേഴ്സ് ഫണ്ട്. പ്രൊവിഷൻ ഉണ്ടാവുന്ന നേരം പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ പ്രൊപ്പറൈറ്ററുടെ ഫണ്ട് കുറയും. റിസർവ് ഉണ്ടാവുമ്പോൾ പ്രൊപ്പറൈറ്ററുടെ ഫണ്ട് കൂടും. കാരണം പ്രൊപ്പറൈറ്റർ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ എന്ത് കൂടും? റിസർവ് ഉണ്ടാവുന്ന സമയത്ത് പ്രൊപ്പറൈറ്ററുടെ ഫണ്ട് കൂടും. അവസാനത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്. പ്രൊവിഷൻ എന്നുള്ള എമൗണ്ട് എടുത്തിട്ട് നമുക്ക് ബിസിനസിന്റെ പുറത്തെവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഷെയറിലോ ഡിബെഞ്ചറിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ റിസർവ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബിസിനസിന്റെ ഔട്ട്സൈഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ട് കാര്യങ്ങൾ ഇതേപോലെ എക്സാമിന് ചോദിച്ച, ഇപ്പോൾ ഇതും എക്സാമിന് ചോദിച്ച ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകം ഡിസ്കസ് ചെയ്തത്. അതുപോലെ തിയറി പേപ്പറായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ തിയറി ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. ഇത് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ചിലപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊന്ന് കണ്ടു, ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ലാഭം, അതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെയുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ റിസർവ്. ഇത് റവന്യൂ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ്. അല്ലേ? ഈ റവന്യൂ റിസർവ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാവുന്നതാണ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ്. ഇത് ഡിവിഡൻഡിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് റവന്യൂ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ആ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് നിയമപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ റൈറ്റ് എനി ടു ഡിഫറൻസസ് ഓഫ് റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ ഭാഗം എക്സാമിന് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു.